MBBS അബ്രോഡ് 2025 നമ്മുടെ സെപ്റ്റംബർ ബാച്ചിലേക്ക് ഈജിപ്തിലെ കൈറോ യൂണിവേഴ്സിറ്റിക്കും നേദ യൂണിവേഴ്സിറ്റിക്കും പോകുന്ന സ്റ്റുഡൻസ് ഡോക്ടർ എക്സ്പേർട്ട് എന്നുള്ള ബാച്ചാണ്, ഫസ്റ്റ് ബാച്ചാണ്. ഇനിയും അടുത്ത ബാച്ച് പോകാനുണ്ട്. അപ്പോൾ നമുക്ക് കാലിക്കറ്റ് എയർപോർട്ടിലുള്ളത്. ദുബായിൽ നിന്ന് കുറച്ച് കുട്ടികൾ നമ്മളെ കൂടെ ജോയിൻ ചെയ്യും. അപ്പോൾ നമ്മളിപ്പം ഫ്ലൈ ദുബായ് ഫ്ലൈറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത്. ദുബായ് ത്രൂ പോയി ദുബായിൽ നിന്ന് പിന്നെ ഫീനിക്സ് എയർപോർട്ടിലേക്കാണ് നമ്മൾ പോവുക. അപ്പം ആസ് യൂഷ്വൽ നമ്മളെ ടീം നമ്മളെ കൂടെ ഉണ്ട്. നമ്മുടെ സ്റ്റാഫ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ അക്കോമഡേഷൻസും കാര്യങ്ങളും ഓൾറെഡി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ത്രൂ ഔട്ട് ദ ജേണിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. മാത്രമല്ല നമ്മൾ ഈ പ്രാവശ്യം വ്യത്യസ്തമായ രീതിയിലാണ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. യൂഷ്വലി ഉള്ളൊരു വ്ളോഗ് പോലെ ആയിരിക്കില്ല ഈ വീഡിയോ. അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ഈജിപ്തിലെ കാര്യങ്ങളൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പഴയ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതേപോലെയാണെന്ന് വിചാരിച്ചിട്ട് ആരും ഈ വീഡിയോ കാണണ്ട. എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഈജിപ്തിലെ പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും MBBS അബ്രോഡ് പോകണമെന്ന് താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനേക്കാൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ. സോ നമുക്ക് വീഡിയോയിലൂടെ സഞ്ചരിക്കാം. എല്ലാവരും വളരെ നല്ല കുട്ടികളായതുകൊണ്ട് ഒരു പ്രശ്നമില്ലാതെ പോവാം. അപ്പോൾ നമ്മൾ ദുബായ് എയർപോർട്ടിൽ രാവിലെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം സമയം വൈകുന്നേരം 8:30 മണിയായി. പിന്നെ നമ്മൾ ഫുഡ് നമ്മൾക്ക് കോംപ്ലിമെൻ്ററി മീൽ കിട്ടിയില്ല. അപ്പോൾ നമ്മൾ വൈകുന്നേരമാണ് ഷവർമ വന്നിട്ടുള്ളത്. പക്ഷേ അതിനിടയ്ക്ക് ഇവർ KFC ഒക്കെ കഴിച്ച്. നമുക്ക് എല്ലാ വർഷവും ഓരോ ടിൻസ് ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം ഉസ്ബെക്കിസ്ഥാൻക്ക് ഉണ്ട്. കഴിഞ്ഞ വർഷം ഉസ്ബെക്കിസ്ഥാൻക്ക് ഒരു ടിൻസ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഈജിപ്തിലേക്ക് ഉണ്ട്. അടുത്ത വർഷം ഞങ്ങൾക്ക് കുറേ ടിൻസ് ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതെ, കുറേ ടിൻസുകൾ ഉണ്ടാവട്ടെ നമ്മളെ കൂടെ. ഞങ്ങൾ ജൈത്ര യാത്ര കൈറോ എയർപോർട്ടിലേക്ക് തുടങ്ങുന്നു. അങ്ങനെ സത്യം പറയാൻ ഇവരിപ്പോൾ വൈബായി തുടങ്ങിയിട്ടുണ്ട്. പ്രീ ഡിപ്പാർച്ചർ പ്രോഗ്രാമിന് വന്നപ്പോൾ ഇത്ര മന്ദപ്പുള്ള
അല്ലെങ്കിൽ ഇത്ര ഒരു എന്താ പറയുക ഒരു ആക്റ്റീവ് അല്ലാത്തൊരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ആദ്യം വിചാരിച്ചത് ജനറേഷൻ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ പെർഫോമൻസിൽ താഴ്ന്നു പോകാമെന്ന് വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, പേരൻസിൻ്റെ മുമ്പിലും ഭയങ്കര ഡീസൻ്റായിട്ട് അനങ്ങാണ്ട് നിൽക്കുക. പേരൻസ് വീട്ടിൽ പോയപ്പോഴാണ് ഇതൊക്കെ പാടാൻ കേട്ടോ ആകെ പൊട്ടി. പക്ഷെ ഈ അപ്പളെ അങ്ങനെ തന്നെയായിരുന്നു, ഓള് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ഓളെ അന്നതീ കൂട്ടിയിട്ടില്ല, ഈ മാറിക്ക് സൈഡിലേക്ക്. നോൺഷലാൻഡ് റെഡ് ഹെഡ് ഫൈനൽ ബോസ്, ദാറ്റ്സ് അസ്. യാത്ര അൽഹംദുലില്ലാഹ് ഖൈർ, ഭയങ്കര സ്മൂത്ത് ആയിരുന്നു. 12 മണിക്കൂർ ഇവിടെ നിൽക്കേണ്ടി വന്നു. പക്ഷേ 12 മണിക്കൂർ നിന്നുകൊണ്ട് നമ്മളൊക്കെ കൂടുതൽ ക്ലോസ് ആയി, എല്ലാവരും ചങ്ങായിമാരൊക്കെയായി. ബൈ ബൈ. ദുബായിൽ നിന്ന് അന്നേരമൊക്കെ പരിചയപ്പെട്ടു. അവർ ഇപ്പം ഇങ്ങോട്ട് കുറച്ച് മിങ്കിളാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് കാണും. നമ്മളെങ്ങനെയായിരുന്നോ ആ സെറിമണിയിൽ, പ്രീ ഡിപ്പാർച്ചർ സെറിമണിയിൽ, അതേപോലെയാണ് ഇപ്പം ഡോക്ടറിനെ മനസ്സിലാവുന്നുണ്ട് കുറച്ച് എന്തോ ഉദ്ദേശിക്കുന്നതെന്ന്. പറയും ഇറ്റ്സ് ഓക്കെ, നമ്മൾ ഡോക്ടറിനെ പോലെ കംപ്ലൈൻറ്റ് ചെയ്യില്ല, വി അക്സെപ്റ്റ് ഇറ്റ്. വൈബായിരുന്നു. ഞാൻ പുറത്തുപോയി എൻ്റെ അമ്മേനെയും സിബ്ലിങ്സിനൊക്കെ കണ്ടു. തിരിച്ചു വരുന്ന വഴി കുറച്ച് ഫുഡ് കൊണ്ടുവന്നു. എല്ലാവരും നല്ല ഒരുമിച്ചിരുന്ന് കഴിച്ചു. കേക്ക് ഉണ്ടായിരുന്നു, ക്രീം ബൺ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും നല്ല വൈബായിട്ട് എന്നിവർ പറയുന്നു. അതങ്ങനെ തന്നെ ആ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ വീട്ടിലാണെന്ന് പറഞ്ഞിട്ട് കഴിച്ചിട്ടില്ല പുള്ളി, കഴിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മളെല്ലാവരും നല്ല വൈബായിട്ടുണ്ട്, നല്ല ടീമായിട്ടുണ്ട്. എല്ലാവരും ഇനി ഒരടുത്ത 6-7 വർഷം എത്ര ആണെങ്കിലും നല്ല ഒരുമിച്ചിട്ടിരിക്കും, ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കും. അപ്പോൾ കൈറോട്ട് ഇനി നമ്മൾ പോകുന്നു. 2025 batch September intake to Cairo. Here we go. The journey was great and happy, and we are from morning to night we are here in Dubai airport, and here the friends are very cooperative, and we have enjoyed here in Dubai airport, and after a few minutes we are having our flight to Cairo. ഇത് നേതയാണ്. നേതൻ്റെ വീട് എവിടെയായിരുന്നു? കൊല്ലത്ത് നിന്നാണ്. നേതൻ്റെ അമ്മനെയും ഫാമിലിയൊക്കെ എന്തായാലും നമ്മൾ പരിചയപ്പെട്ടാണ്. നേതൻ്റെ വേറൊരു കസിൻ കൂടെ കൂടുതലുണ്ട്. നേത വിചാരിച്ചത് എനിക്ക് നേതനെ അറിയില്ല എന്നാണ്, പക്ഷെ എനിക്കറിയാം, ഞാൻ പ്രാങ്ക് ആക്കിയതാണ്. പ്രാങ്ക് ആയില്ലേ? എനിക്ക് മന്തി വാങ്ങിത്തരാമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഏത് നല്ലൊരു അനുഭവമായിരുന്നു. പൊക്കി പറയണം. പറഞ്ഞാൽ മതി. എനിക്ക് ഫുഡ് കിട്ടിയില്ല. ഇത് വളരെ കറക്റ്റുള്ളൊരു പോയിന്റ്. വേണ്ട സമയത്ത് ഫുഡ് കിട്ടിയില്ല. ഇത് ഈ ഒരു പോയിന്റിൽ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പ്രീ ഡിപ്പാർച്ചർ പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് വേണ്ട ഫുഡ് കാര്യങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വിശന്ന് കഴിഞ്ഞാൽ പൈസ കൊടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ആ സമയത്ത് കുട്ടി വീട്ടിൽ ഇരുന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സെൽഫ് സസ്റ്റൈനബിൾ ആവണം. അല്ല, അത് നമുക്ക് ഫുഡ് വൗച്ചർ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അത് കിട്ടിയില്ല. ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, ഒരു ബാച്ചിൽ 2 വർഷങ്ങൾക്ക് മുമ്പ് കുറച്ച് കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനിൽ പോയ സമയത്ത് വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം വരെ സ്വന്തം കയ്യിൽ ക്യാഷ് എടുത്ത് വെള്ളം വാങ്ങാണ്ട് വൈകുന്നേരം വരെ വെള്ളം കുടിക്കാൻ നിന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. നമ്മളൊരു $10 സ്പെൻഡ് ചെയ്താൽ നമുക്ക് എന്താ പറ്റും, ഫുഡ് കഴിക്കാണ്ട് ഇരിക്കാനേ പാടില്ല. ഈ നപ്പ് വിളിച്ചിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പരിപാടി ചെയ്തിരിക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ അവൾക്ക് മെസ്സേജ് അപ്പോൾ അവൾ ഫുള്ള് വയറ് നിറഞ്ഞു എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അവസാനം ഞാൻ ഈ ഷവർമ ഓർഡർ ചെയ്ത് കുടുങ്ങി. ഇപ്പോൾ ഇവിടെ അതൊക്കെ ഇത് ഫുഡ് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് എനിക്കെന്നെ പൊന്നില്ല. ഒരാൾ പൊന്തിക്കാൻ വരുമോ? ഇത്രയും ഷവർമ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ അതായിരിക്കും വേണ്ട. അപ്പോൾ കുട്ടി അതിനിടയ്ക്ക് എവിടുത്താണ് ഫുഡ് കഴിച്ചത്? കുട്ടി പിന്നെ ഞങ്ങളെല്ലാവരുടെ പൈസ ഒപ്പിച്ച് കഴിച്ചു. വിശന്നിട്ട് ഏറ്റവും വില പറഞ്ഞ സാധനം അതായിരുന്നു. ഞങ്ങൾ അത് കഴിച്ചില്ല. ഇതാണ് ജീവിതത്തിലെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. യെസ്, പറ്റാത്ത സാധനങ്ങൾ പറ്റി തുടങ്ങി. ഇനി യെസ് അതല്ല, ഷോള് ലൈഫിൽ ചിക്കൻ നിർത്തിയതാണ്. ഷോളിപ്പോൾ ചിക്കൻ കഴിച്ചു തുടങ്ങി. ഇനി അങ്ങനെ നാട്ടിലെത്തുമ്പോഴത്തേനും കഴിക്കാത്ത കാര്യങ്ങൾ ചെയ്യും, ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു തുടങ്ങും. അതാണ് നമ്മളെ ഫസ്റ്റ് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ പറയല്ലേ, നല്ലൊരു അനുഭവമായിരുന്നു ചിക്കൻ കഴിച്ചത്. 5 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ നിത, അൽഹംദുലില്ലാ പേര് കറക്റ്റ് കിട്ടി, നിത ചിക്കൻ കഴിച്ചത്. എങ്ങനെയുണ്ടായിരുന്നു ചിക്കൻ കഴിച്ചപ്പോൾ അനുഭവം? വിശപ്പ് ഉണ്ടായോണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ലൊരു അനുഭവമായിരുന്നു. 5 വർഷം ചിക്കൻ കഴിക്കാത്തതിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട്. എന്തൊക്കെയാണ് ഒരൊറ്റ യാത്ര തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇതിനു മുന്നേ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻസ്? ആദ്യം എൻ്റെ കസിൻ എൻ്റെ ഒപ്പം ഉണ്ട്. അതാണ് എൻ്റെ ഒരു
സമാധാനം എന്ന് പറയുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഞങ്ങൾ 2 റൂംമേറ്റ്സ് ആണ്, ഞാനും ഐസക്കും. വേറെ 2 പേരുണ്ട്, അവരെ കണ്ടിട്ടില്ല. അവരെവിടെയാ? അവര് എവിടുന്ന വരുന്നത്? നമ്മുടെ റൂംമേറ്റ്സ് ഹാഫിസ് ആൻഡ് ആസിഫ്. അവരെ കാണാത്ത വിഷമത്തിൽ നല്ല വിഷമത്തിലാണ്. മൈക്കില് സാറ് ഇവന്റെ കൂടെ 2 ആൾക്കാരുണ്ട്, അവരെ കാണാത്ത വിഷമത്തിൽ. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റക്ക് റൂമിൻ്റെ റെൻറ്റ് ഫുൾ അടക്കണോ എന്നുള്ള ടെൻഷനിലാണ് ആൾ നിൽക്കുന്നത്. കുറേ നേരമായിട്ട് അത് പറയുന്നുണ്ട്. കാരണം 3 ബെഡ്റൂം 2 ആൾക്കാരുമാണ്, ഒരു കട്ടിൽ ഒഴിവാണ് അവിടെ. അപ്പം അതിൻ്റെ ടെൻഷനിലാണ് ഓൻ നിൽക്കുന്നത്. അതൊഴികെയുള്ള കാര്യങ്ങൾ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അതൊഴികെയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വിശന്നിരുന്നു, അത് 5:30 ഇപ്പം റെഡിയായി. കയ്യിൽ നിന്ന് കാശെടുത്ത് KFC വാങ്ങിച്ചു തന്നു. താങ്ക്സ് ടു എല്ലാവരും കൊണ്ടുവന്നു. പിന്നെ വിശപ്പിൻ്റെ വില മനസ്സിലായി. പിന്നെ എല്ലാവരുമായിട്ട് കമ്പനി ആകാൻ പറ്റി ഇത്ര നേരം കൊണ്ട്. എല്ലാവരും അടിപൊളിയാണ്, വൈബാണ്. ഇനീഷ്യലി ടിക്കറ്റിൽ 12 അവർ ലേ ഓടുന്ന കണ്ടപ്പോൾ ശരിക്കും ഡിസപ്പോയിന്റഡ് ആയി, ചത്ത് വീഴുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പൊ വൈബായി. അതാണ് സത്യം. നല്ല എക്സൈറ്റഡ് ആണ് പോകാൻ. ചെക്കന്മാർക്ക് ഫുള്ള് വൈബാണ്. ഞാൻ അവിടെ പോയിട്ട് കാണാം. ഓക്കെ, സെറ്റ്. ഫുട്ബോൾ ടീം ഉണ്ടാകണം. ഫുട്ബോൾ ടീം അതാണ് പോകുന്നതന്നെ വേറെ കാര്യം. ഫുട്ബോൾ ടീം ഉണ്ടാകണം. നമ്മൾ ജേഴ്സി സ്പോൺസർ ചെയ്യാൻ പോകുന്നുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത്. അപ്പോൾ ഞാൻ അടുത്ത വരവ് വരുമ്പോൾ പോയിട്ട് വരുമല്ലോ. അപ്പോൾ പക്ഷേ നിങ്ങൾ കളിക്കണം, ഉറങ്ങുമ്പോൾ ഇടരുത്, രാത്രി നൈറ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സെറ്റാക്കി തരും. ഫിസ അല്ല, ഫിസ ഇവിടുന്ന് കയറിയതാണ്. ഞാൻ ഫിസ, കാസർഗോഡ് നിന്നാണ്, അബുദാബി. കുറച്ച് ലേറ്റ് ആയി. ആ, ഒരു 2:30 നേരത്തെ 4 മണിക്കേ വിട്ടിന്, എന്നിട്ട് ഇപ്പം എത്തി. ചെറുതായിട്ട്. സൽമാൻ ലുക്കൊക്കെ മാറ്റാനുള്ള കാരണം എന്താ? ഉപ്പാറിനട്ടോ. യൂണിവേഴ്സിറ്റിക്ക് പോണേ? അതെ. എന്താണ് പ്ലാൻ? എന്താ ഫ്യൂച്ചർ പ്ലാൻ? അറിയപ്പെടുന്ന ഡോക്ടറാണോ? അത് നാട്ടിലെവിടെ? നാട്ടിൽ കൊല്ലം. നെഹ്ദ യൂണിവേഴ്സിറ്റി അല്ലേ? അതെ. MBBS എടുക്കാനുള്ള കാരണം എന്താ? കുറെ നാൾ അതിന്റെ പിന്നാലെ. ആ, ഫ്ലൈറ്റിൽ നിന്ന് ഉറങ്ങിക്കോളി കേട്ടോ. അവിടെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ 4 മണിയൊക്കെ ആവും. അല്ല, രാവിലെ നേരത്തെ 1:30 എത്തും. പിന്നെ നമുക്ക് ലഗേജ് കളക്ട് ചെയ്യാണ്ട്, പിന്നെ സിം എടുക്കാണ്ട്, നിങ്ങളെ ഫോണൊക്കെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാണ്ട്. ഇപ്പോൾ പുതിയ പ്രൊസീജിയറാണ്. ഈജിപ്തിലൊരു പുതിയ പ്രൊസീജിയർ വന്നിട്ടുണ്ട്. നമ്മളെ ഫോണ് അവിടെ രജിസ്റ്റർ ചെയ്യണം. കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാർക്ക് ഫോൺ അവിടെ രജിസ്റ്റർ ചെയ്യണം. അല്ലെങ്കിൽ 3 മാസത്തിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് കുഴപ്പമില്ല. സ്ഥിരമായിട്ട് പോകുകയാണെങ്കിൽ ഇമിഗ്രേഷനിൽ കസ്റ്റംസിൽ പോയിട്ട് ഫോൺ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിക്ലെയർ ചെയ്യണം. അൽഷിഫ ഷെരീഫ് 2 വർഷമായിട്ട് MBBS എന്നുള്ള ഡ്രീമിന് വേണ്ടി നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എക്സ്പെക്റ്റേഷൻ? എല്ലാം നന്നായി നടക്കുമെന്ന് വിചാരിക്കണു. പിന്നെ നിങ്ങളുടെ സർവീസ് അത് ഭയങ്കര ഹോണസ്റ്റ് ആൻഡ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ടും ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ടും ഇറ്റ് വാസ് വെരി ഗുഡ്. ട്രാവലിംഗ് ഞാൻ യൂഷ്വലി ട്രാവൽ ചെയ്യാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ല, നമ്മൾ അങ്ങനല്ല. ഇപ്പം നമ്മളൊരു ടൂറൊക്കെ പോകണമായിരിക്കും. കുറേ ആൾക്കാരുണ്ടല്ലോ. നല്ലതാണ്. നമ്മൾ ഒറ്റക്ക് പോണേ അങ്ങനല്ലേ, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോണേ. കുറേ പേരെ പരിചയപ്പെടാൻ പറ്റി. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. വൈബാണ്. എൻ്റെ പേര് മറിയം നാട്ടിലെവിടെ? തൃശ്ശൂർ. 9th മുതൽ MBBS വേണമെന്നായിരുന്നു. ആണായിരുന്നു. പിന്നെ 10th മുതൽ കൈറോ ഉറപ്പിച്ചിട്ട് കൈറോയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ കുറേ വീഡിയോസൊക്കെ കണ്ട് ഞങ്ങൾ ഒരുവിധം എല്ലാ വീഡിയോ കണ്ടു. അപ്പോൾ നമ്മളെ ടീമിൻ്റെ ഒപ്പമാണുള്ളത്. ഇപ്പം എങ്ങനെയുണ്ട് നമ്മളെ പിള്ളേരൊക്കെ? എങ്ങനെയുണ്ട്? നാട്ടിൽ പരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല അല്ലേ? എന്തായാലും ഒക്കെ ഉഷാറാവട്ടെ. നമുക്ക് ബാക്കി അവിടെ എത്തിയിട്ട് അടിപൊളിയാക്കാം. IPS ആവണമെന്നായിരുന്നു ആഗ്രഹം. പിന്നെ MBBS എടുക്കാനുള്ള കാരണം അതാ. എനിക്ക് തോന്നി IPS ആകുമ്പോൾ ഞാൻ കുറേ റൂൾസിൽ ബൗണ്ടായിരിക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റേതായ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ റൂൾസിൽ ബൗണ്ടായി നിൽക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഫ്രീ ആവുമെന്ന് തോന്നിയത് ഇതിലാണ്. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും പറ്റും, പക്ഷെ അതേ സമയത്ത് റൂൾസിൽ. ഇനി വേറെ കാര്യം കൂടി പറഞ്ഞുതരാം. MBBS കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യാം? സിവിൽ സർവീസ് എടുക്കാൻ പറ്റും. സിവിൽ സർവീസ് IPS അല്ല, IAS IFS ഒക്കെ പോകാൻ പറ്റും. അങ്ങനെ ഒരു ഡിഗ്രി ആണല്ലോ, പോസിബിളാണ്, ഓപ്ഷൻസ് ഉണ്ട്. ഏതായാലും നമുക്ക് ഏകദേശം 8:55 കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫ്ലൈറ്റ് കൊടുത്ത് പോകും. നമ്മൾ ഫീനിക്സ് എയർപോർട്ടിലെത്തും. നമ്മളെ വെൽക്കം ചെയ്യാൻ അവിടെ അടിപൊളി ആൾക്കാരുണ്ട്. നമ്മളെ റൂം ഓൾറെഡി സെറ്റാണ്. നിങ്ങൾക്ക് ഒന്നും നോക്കാമല്ല, പോവാം. ഒന്നും വേണമെങ്കിൽ ചെറിയൊരു കുളിയൊക്കെ കുളിച്ചിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ നമുക്ക് ബാക്കി കയറി വന്നിട്ട് കാണാം. ബൈ.
കുറച്ച് നേരം ഉറങ്ങണം. ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് രാവിലെ അവിടെ എത്തുമ്പോൾ ഒരു ഉന്മേഷം കിട്ടും. ഉന്മേഷം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളെ റൂമിലേക്ക് ആക്കിയിട്ട് ഒന്നുകൂടെ പോയിട്ട് ഉറങ്ങാനൊരു ഉന്മേഷം കൊടുക്കും. അപ്പോൾ നമ്മളില്ല ദുബായിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിൽ നല്ല വാം ലൈറ്റ് ഇട്ടിട്ടുണ്ട്. വാമല്ല, കൂളാണ് കേട്ടോ. കൂൾ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എനിക്കിപ്പോൾ തന്നെ ഉറക്കം വരുന്നുണ്ട്. ഇതേപോലെ നമ്മളെ പിള്ളേർ എല്ലാവരും നല്ല ടയേർഡാണ്. നമ്മളിപ്പോൾ ഉറങ്ങും. എണീക്കുമ്പോൾ ഇൻഷാല്ലാ നമ്മൾ ഫീനിക്സ് എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളെ പിക്ക് ചെയ്യാൻ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളെ ഓൾറെഡി നമ്മളൊരു സ്റ്റാഫിനെ നമ്മൾ മുന്നേ അവിടെ പറഞ്ഞയച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കാര്യങ്ങൾ കാണാം, എങ്ങനെയാണ് ബാക്കി പ്രൊസീജിയേഴ്സ്. ഇപ്പോൾ പുതിയൊരു റൂളുണ്ട് ഈജിപ്തിൽ. നിങ്ങളുടെ ഫോണും കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്യണം. അവിടെ പോകുമ്പോൾ കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ എന്തായാലും പറയാൻ വേണ്ടിയിട്ട്. ലാമ്പും മക്ലൂബാണ്. ഏറ്റവും ഒരു രസം കേൾക്കണമെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഫ്ലൈ ദുബായിട്ട് ദുബായ് ടു കോഴിക്കോട് അതിൽ മുട്ട ചിക്കിച്ചിറങ്ങിയതും വേവാത്ത പൊറാട്ടയൊക്കെയാണ് കൊടുക്കല്. ഓരോ സെക്ടറിൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇപ്പോൾ മട്ടനാണ്, ലാമ്പും റൈസുമാണ് ഇവർ കൊടുക്കുന്നത്. അതായത് മട്ടൻ മക്ലൂബാണ് ഇവർ കൊടുക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് എപ്പോഴും അവഗണനയാണ്. ഞാൻ തന്നെ സർപ്രൈസ്ഡ് ആയിപ്പോയി. ഞാൻ വരെ ഫ്ലൈറ്റിൽ കുറേ പ്രാവശ്യം പോയിട്ട് ഈ ഒരു സെക്ടറിൽ പ്രത്യേകിച്ച് അറബ്സ് യാത്ര ചെയ്യണതിൽ കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡാണ് അവർ കീപ്പ് ചെയ്യുന്നത്. നമ്മളതിൽ ഇപ്പം ഇന്ന് രാവിലെ നമ്മൾ വരുമ്പോഴുകൂടി കിട്ടിയത് ജസ്റ്റ് പൊറാട്ടയും സാധനമാണ്. അല്ലെങ്കിൽ എപ്പോഴും മുട്ട ചിക്കിച്ചിരിങ്ങിയത് ഇങ്ങനെ സാധനങ്ങളാണ് കിട്ടിയത്. അധികം അങ്ങനെ തന്നെ ഉണ്ടാവും. സ്ക്രാമ്പിൾഡ് ഒക്കെ ഉണ്ടാവും. എന്നാലും തിന്നോക്കട്ടെ എങ്ങനെ എന്താ അവസ്ഥ. നമ്മുടെ നാട്ടുകാരുള്ള അവഗണന എന്നാണ് അവ തീരുക. ഞങ്ങൾ കയറ്റ കയറിക്കൊണ്ടിരിക്കും. എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഫീനിക്സ് എയർപോർട്ടിൽ ഈ കയറ്റം. ഉള്ള പോലെ പറയാം. ഫ്ലൈറ്റൊക്കെ ഇറങ്ങിയിട്ട് ആദ്യം നമ്മൾ എക്സസൈസ് ചെയ്ത് കയറിയിട്ട് വേണം. കുറച്ച് കിതക്കെ ഉണ്ട്. അപ്പോൾ ബൈക്ക് വെക്കാത്തതിൻ്റെ കാരണം ബ്രേക്കൊക്കെ എടുത്താൽ കയറും. ഇപ്പം തന്നെ തല കയറി തുടങ്ങി. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വീട് തല കയറും. നമ്മുടെ പിള്ളേരൊക്കെ റെഡി ഉണ്ടോ? ഇത് വരുന്നുണ്ട്. ഇതില്ലേ, ഇത് ഈജിപ്തിൽ നമ്മളെ വരുന്ന സമയത്ത് എഴുതി പൂരിപ്പിക്കുന്ന ഒരു സാധനം. ഇത് ഫ്ലൈറ്റിൽ നിന്ന് തരും കേട്ടോ. അപ്പോൾ അതൊക്കെ എഴുതിയിട്ട് ഇവിടെ ഇറങ്ങാൻ പറ്റും. ഇതിലിങ്ങനെ പാസ്പോർട്ട് നമ്പർ, എവിടുന്നാണ് വരുന്നത്, ഫ്ലൈറ്റ് നമ്പർ, എന്തിനാണ് വരുന്നത്, എവിടെ താമസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എഴുതാനുണ്ട്. ആരായിരുന്നു എന്താ ഉണ്ടായിരുന്നു പറഞ്ഞു വീഡിയോ പറഞ്ഞു.
ഈജിപ്ഷ്യനെ 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ റെപ്രസെൻറ്റ് ചെയ്ത പ്രൊഫഷണൽ ബോക്സർ മിസ്റ്റർ അബ്ദുള്ള എൻ്റെ തൊട്ടപ്പെടുത്തിട്ടുണ്ടായിരുന്നു. ഫുൾ സൂര്യനായിട്ടുന്ന സാധനം ഇത് ഇല്ലീഗലി അകത്തേറ്റാൻ പോകും. മക്കളെ സ്വീനിക്സ് എയർപോർട്ടിൽ കെയറോ എയർപോർട്ടിനെ മാരിക്കല്ല, റൂൾസ് നല്ല മാറ്റമുണ്ട്. അതുകൊണ്ട് $8 എല്ലാ കുട്ടികൾക്കും വെച്ച് അടച്ചു. ഇവിടെ വന്ന ഗസ്റ്റിന് സർപ്രൈസ് ആയിട്ട് ചെറിയൊരു ടോക്കൺ ഓഫ് ലവ് ഡോക്ടർ വരണ്ട ആദ്യം. നമ്മൾ ഇറങ്ങിയത് സ്വീനിക്സിലാണ്. അപ്പോൾ ഇവിടെ എയർപോർട്ട് കാലിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് സമയം എടുത്തു ഇറങ്ങാൻ വേണ്ടിയിട്ട്. ലൈക്ക് നമ്മൾ ഈ വിസ എടുക്കുന്ന സമയത്ത് ഗ്യാരണ്ടി ലെറ്റർ ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രോപ്പർലി ചെക്ക് ചെയ്തിട്ടാണ് സ്വീനിക്സിൽ കുട്ടികളെ ഇറക്കുന്നത്. അപ്പോൾ അത് അവർ വിളിച്ച് ചോദിച്ചു ഇത് വാലിഡാണൊക്കെ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് എല്ലാവരും പുറത്തിറക്കിയിട്ടുള്ളത്. പുറക്കാൻ വന്നിട്ട് സംസാരമൊന്നും വരുന്നില്ല. അത് കഴിഞ്ഞു ഫോൺ രജിസ്റ്റർ ചെയ്യാണ്ട്. ഈജിപ്തിലെ പുതിയ റൂളാണ് ഫോൺ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ ഓൾറെഡി ചെയ്തു. അപ്പോൾ അങ്ങനെ കുറച്ച് സമയം എടുത്തു. ഒരു പാസ്പോർട്ടിലൊരു ഫോണാണ് ചെയ്യാൻ പറ്റുക. 3 മാസത്തിലധികം ഈജിപ്തിൽ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഫോൺ രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഈ വ്ളോഗ് നമ്മുടെ ഇവിടെ എൻഡ് ചെയ്യണം കേട്ടോ. കാരണം എല്ലാവരും ടയർഡാണ്, ഉറങ്ങണം. ഞാനും നല്ല ടയർഡാണ്. എല്ലാവരും ഉറങ്ങിയിട്ട് ബാക്കി പുതിയ വ്ളോഗായിട്ട് കാണാം. അതുവരേക്കും ബൈ. Daughter Expert Edulinks. Be a doctor by doctors.